മന്ന പൊഴിച്ചൊരു കർത്താവെ നീ എനിക്കേകിടണേ. ഹൃദയത്തിലേക്കു നീ ചെളുനീരൊഴുക്കണേ, അലിവോടെ കരുണ ചൊരിഞ്ഞിടണേ, അലിവോടെ കരുണ ചൊരിഞ്ഞിടണേ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 79 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരൂശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരൂശലേമിന് ചുറ്റും ചീന്തിക്കളയുന്നു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. ഇവിടെ വചനഭാഗത്ത് നമ്മൾ കേൾക്കുമ്പോഴേ, ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരൂശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അന്യര് കടന്നു വരുന്നതായിട്ടുള്ള അനുഭവം, വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന്, സകലവും നശിപ്പിക്കേണ്ടതിന് ശത്രു വന്ന് നശിപ്പിക്കുന്ന ഒരു അനുഭവം, ഇതൊക്കെ ഇനി ക്രൈസ്തവ ലോകം കാണുവാനായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ, ക്രൈസ്തവ ലോകത്ത് വളരെ മൃഗീയമായിട്ടുള്ള ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്ന ഒരു അനുഭവം കൂടെ നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന വാർത്തകൾ തന്നെ കേൾക്കുവാനായിട്ട് ഇടവരുന്നതും നമ്മൾ കാണുകയാണ്. ദൈവമക്കളെ, ഈ സമയത്തൊക്കെ ദൈവത്തോട് നമുക്ക് പറ്റിച്ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. ശത്രുവിൻ്റെ ഇത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കും. ദൈവമക്കളെ, മഹത്വവും പുകഴ്ചയും ദൈവത്തിൻ്റെ ആണല്ലോ, അത് നഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ലല്ലോ. എന്നാൽ ഇത് വളരെ അകലെയല്ല, അടുത്തെത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരൂശലേമിന് ചുറ്റും ചീന്തിക്കളയുന്നു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല എന്ന് പറയുമ്പോൾ, ക്രൈസ്തവ ലോകത്ത് ഒരുപാട് കൊലപാതകം നടക്കുന്ന സാഹചര്യം കൂടെ ഇനി കടന്നു വരികയാണ്. എല്ലാവർക്കും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി തന്നെ തീരുവാൻ ഇടയാകട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്തായാലും ജനിച്ചവർക്ക് എല്ലാവർക്കും മരണം ഉറപ്പാണ്. മരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയായി തീർന്നാൽ അത് അഭിമാനം. അതേ മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്കിലും ക്രൈസ്തവ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ക്രൈസ്തവ ലോകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. കാൽവരി കുന്നിന്മേൽ യേശു കർത്താവ് ഏറ്റ മഹാകഷ്ടങ്ങൾ അത് ലോകം കണ്ടതാണ് കർത്താവേ. യേശുവേ സ്തോത്രം. എന്നാൽ ലോകത്താർക്കും കർത്താവെ എതിർക്കാനോ തടയുവാനോ പറ്റാത്ത മഹത്വം ഉയർത്തിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ക്രൈസ്തവ ലോകത്തെ ദൈവം കാത്തുകൊള്ളണമേ. ആരാധനാലയങ്ങളെല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവേ. ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്നൊരു സത്യം അമ്മേൻ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.